പെറ്റു വീണ കാലം തൊട്ടേ ആറ്റുനോറ്റു പോറ്റിയതല്ലേ. ഹാപ്പി ന്യൂ ഇയർ എല്ലാ കൂട്ടുകാർക്കും, കുടുംബത്തിനും, സുപ്പുവിൻ്റെയും കുടുംബത്തിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ തമ്പുരാന് എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഒക്കെ തരട്ടെ അല്ലേ. നമുക്കതൊക്കെ ഉള്ളു പ്രാർത്ഥിക്കാന്. ആപത്തും കാര്യങ്ങളും ഒന്നുമില്ലാതെ ഈ ഒരു വർഷം ഞങ്ങളെ തള്ളി ഉന്തി അങ്ങോട്ട് 26 കൊണ്ടുപോകണമെന്ന് മാത്രമേ ഉള്ളൂ തമ്പുരാനോട് ഈ സുപ്പുവിൻ്റെ പ്രാർത്ഥന കേട്ടോ. വിഷമങ്ങളും കഷ്ടതകളും എല്ലാം മാറിപ്പോട്ടെ കേട്ടോ. അപ്പോഴേ എല്ലാവരും ന്യൂ ഇയറൊക്കെ അടിച്ചു പൊളിക്കുമായിരിക്കും. ഞങ്ങളും രാത്രിയിൽ അടിച്ചു പൊളിച്ചു കേട്ടോ, പടക്കം പൊട്ടിച്ചു. പിന്നെ നമുക്ക് പള്ളി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥനയൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. 12:30 വരെയൊക്കെ ഞങ്ങളിങ്ങനെ ഇരിക്കും. 12:30 1 മണി വരെ. പിന്നെ രാവിലെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി മഹാദേവനെയും പോയി കണ്ടു. മഹാദേവന് അനുഗ്രഹങ്ങളും വരവും ഒക്കെ തന്നു സുപ്പുവിനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഷോർട്ടിൽ ഞാൻ നിങ്ങൾക്കൊക്കെ ആ വരമൊക്കെ തന്നിട്ടുണ്ടല്ലോ. പകുതി എനിക്ക് തന്നതിൽ പകുതി നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മഹാദേവനെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും കേട്ടോ. അപ്പോൾ ആപത്തും കാര്യങ്ങളും ഇല്ലാതെ സർവേശ്വരൻ നമ്മളെ കാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും, ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ ഇന്നും ഒരു ബ്യൂട്ടി ടിപ്പാണ്. ഇന്ന് നമ്മുടെ മുഖമൊന്നുമല്ല മിനുക്കുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ കൈകളെയൊക്കെ ഒന്ന് സുന്ദരമാക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ വിളക്കൊക്കെ കൊളുത്തും കേട്ടോ. 12 മണി സമയത്ത് നമ്മൾ വിളക്ക് ഒരു ദീപം നമ്മൾ എന്തായാലും മെഴുകുതിരിയോ നിലവിളക്ക് ആ സമയത്ത് നമ്മൾ കത്തിക്കാൻ ഒക്കത്തില്ലല്ലോ. എന്തെങ്കിലും ഒരു മെഴുകുതിരിയോ എന്തെങ്കിലും നമ്മൾ കത്തിക്കും കേട്ടോ. ഞങ്ങൾ കത്തിച്ചായിരുന്നു. പിന്നെ പപ്പയും മോനും കൂടെ ഇവിടെ തീപ്പൊരി ഇരുന്ന് ദീപാവലിയുടെ ബാക്കി ഞാൻ പടക്കം ഇവിടെ മാറ്റി വെച്ചിരുന്നു. എനിക്ക് പേടിയെ പൊട്ടിക്കാൻ കേട്ടോ, ഭയങ്കര ശബ്ദം. പിന്നെ ഞാൻ പറഞ്ഞു ഒരെണ്ണം പൊട്ടിച്ചു. ആ സമയത്ത് തന്നെ ഞങ്ങൾ പൊട്ടിച്ചു. 12 മണി സമയത്ത് തന്നെ ഞങ്ങൾ ഒരെണ്ണം പൊട്ടിച്ചു കേട്ടോ. ബാക്കി ഞാൻ ഇവിടെ പാത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പേടി കേട്ടോ. അപ്പോൾ മെഴുകുതിരി കത്തിച്ചായിരുന്നു നമ്മൾ ആ സമയത്ത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പ് നമ്മുടെ കൈകളെയൊക്കെ സുന്ദരമാക്കാം. പാത്രമൊക്കെ കഴുകി മുറ്റം തൂത്തും പിന്നെന്താ പോച്ച പറിച്ചോ. ഞാനിവിടെ പോച്ച പറയുക മെറ്റിലാണല്ലോ നമുക്കിവിടെ. അപ്പോൾ ഇപ്പം ഞാൻ ഒരു പണി ചെയ്തേക്കുക. വെള്ളം അങ്ങോട്ട് വെട്ടി തിളപ്പിച്ചിട്ട് ആ പോച്ചയുടെ മേലെല്ലാം കൊണ്ടൊഴിക്കും. എനിക്ക് വയ്യ പോച്ച പറിച്ച് എൻ്റെ നഖം എല്ലാം വലത്തെ കയ്യിൽ നഖം ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നത് ചൂടുവെള്ളം കൊണ്ടങ്ങ് ഒഴിക്കും. പിറ്റേന്ന് 2 ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് ഉണങ്ങി കരിഞ്ഞിരിക്കുന്ന കാണാം. എനിക്ക് വയ്യ എൻ്റെ കൈ കനലാക്കാൻ. അപ്പോൾ പോച്ച പറിച്ചും പാത്രം കഴുകിയും തുണി കലക്കിയും. ചേട്ടന്മാരുടെയൊക്കെ തുണി അലക്കുന്നവരാണോ അതോ ചേട്ടന്മാരെയും കൊണ്ടാണോ നിങ്ങൾ കഴിക്കുന്നത്? ദൈവദോഷം കിട്ടും കേട്ടോ. 2024 അങ്ങനെയൊക്കെ പോയി. ഈ 2025 നിങ്ങൾക്കൊന്നും മാറിക്കൂടെ പെൺപിള്ളാരെ? പാവമുണ്ട് കേട്ടോ, കഷ്ടമുണ്ട്. അങ്ങനെയൊന്നും ചെയ്യിക്കരുത്. എന്താ ജോലി നമുക്കൊക്കെ? അങ്ങോട്ട് ചേട്ടന്മാരെ തുണിയൊക്കെ അങ്ങോട്ട് കഴുകിയിട്ട് കൊടുക്കണം. കഷ്ടമുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യിക്കരുത്. ദോഷം കിട്ടും കേട്ടോ. നമുക്ക് അന്വേഷിച്ചുകൊണ്ട് വരുന്നതല്ലേ. അപ്പോൾ നമുക്ക് ഇച്ചിരി കഷ്ടപ്പാടൊക്കെ വേണം. അവരുടെ തുണിയൊക്കെ ഒന്ന് കഴുകിയോ. ഇപ്പം പിന്നെ മെഷീൻ ഉണ്ടെങ്കിൽ ഒന്ന് അരി ആട്ടുന്നതിൻ്റെ കൂട്ടിട്ട് കറക്കി അടിച്ച്. പിന്നെ ചിലർ പറയും ഇതിനകത്ത് നാശത്തിനകത്ത് അഴുക്ക് പോകത്തില്ലെന്ന്. ചുമ്മാ പകുതിയും പറയുന്നതെന്ന് നോടയാ ഈ പറയുന്ന കള്ളിമാർ അതിനകത്തായിട്ട് കലക്കുന്ന സത്യം. ആരുടെയെങ്കിലും മനസ്സിൽ ലീഡ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ 1 2 3 4 5 ലീഡ് പൊട്ടിക്കാണും കേട്ടോ. സത്യം. നമ്മുടെ അടുത്ത് ഇങ്ങനെ ഉണ്ടാവും. ഞാൻ തന്നെയും പറയും അതിനകത്തൊന്നും അഴുക്കൊന്നും പോകത്തില്ലെന്നേ. പക്ഷെ നമ്മളെ ഒരു വയ്യായിക വരുമ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് അഴുക്ക് പോവും. സത്യമായിട്ടും അതെ. ഒത്തിരിയൊക്കെ ഒരു ആശ്വാസമാണ് നമുക്കത്. സത്യം. കണ്ടുപിടിച്ചവർക്ക് ദൈവം അനുഗ്രഹങ്ങൾ മാത്രം കൊടുക്കട്ടെ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളൊക്കെ എന്തോ ചെയ്ത് ഞാൻ കഴിയും കേട്ടോ. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഒത്തിരി ഒരു ആശ്വാസമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ തുണി കഴുകി ഒരു വല്ലാത്തയൊക്കെ പാടായിരുന്നു. നമുക്ക് നടുവിന് നട്ടലിനൊക്കെ ഇങ്ങനെ കുഴപ്പങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊരാശ്വാസമാണ് വലുത് കേട്ടോ.
അപ്പോൾ അങ്ങനെയൊക്കെ തുണി കഴിയും പാത്രം കഴിയും. ചിലർക്ക് സോപ്പിൻ്റെയൊക്കെ അലർജി മുഖേന നമ്മുടെ കൈയൊക്കെ പനലാവും കേട്ടോ. മൊരിച്ചിൽ വിണ്ട് കീറും. ചിലർക്ക് മുഖം നല്ല കിടുക്കാച്ചി മുഖമായിരിക്കും, നല്ല ഗ്ലാസ് സ്കിന്ന് മാതിരിയുള്ള മുഖമായിരിക്കും. പക്ഷേ അവരുടെ കൈകൾ വല്ലാത്ത കോലത്തിലായിരിക്കും. പാവം അവരല്ലേ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ, തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ നമുക്ക് നമ്മുടെ കൈകളെയൊക്കെ സുന്ദരമാക്കാം കേട്ടോ. അപ്പോൾ ഒരു 2-3 കൂട്ടം സംഭവങ്ങൾ മാത്രമാണ് ഇതിന് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം. ഒരുപാട് കിടുക്കാച്ചി ഐറ്റങ്ങളുണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്ന് നമുക്ക് 3 ഐറ്റങ്ങൾ മാത്രം മതി കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ആവണക്കെണ്ണ വേണം, അലോവേര ജെല്ല് വേണം. പിന്നെ കുഞ്ഞുവാവയുടെ കാര്യം അറിയാമല്ലോ. ആ 2 സുപ്പ് ഒരു പാവമാണ്, സത്യമാണ് കേട്ടോ, പാവമാണ്. ഞാൻ തന്നെ സത്യം പറയാം, എനിക്ക് എൻ്റെ മനസ്സിനകത്തൊന്നും ഇരിക്കത്തില്ല. പെട്ടെന്ന് നമുക്ക് വിഷമങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് അങ്ങ് കരച്ചിൽ വരും കേട്ടോ. എനിക്കത് താങ്ങാൻ പറ്റത്തില്ല സത്യമായിട്ടും. എനിക്ക് പിന്നെ സംസാരിക്കാനൊക്കത്തില്ല. എന്തോ എൻ്റെ ഹൃദയം ഭയങ്കരമായിട്ട് ഇടിക്കാൻ തുടങ്ങും കേട്ടോ. ഇങ്ങനെ നമ്മൾ ദേഷ്യത്തിലോ അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുമ്പം എൻ്റെ ഭയങ്കര പടപടാന്നിരിക്കുക. എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോഴേ ഇത്രയും പ്രായമൊക്കെ ആയെങ്കിലും ഞാനിപ്പോഴും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഒരു സത്യമായിട്ട് എനിക്കങ്ങനെ ഇവിടെ കുഞ്ഞുങ്ങളുടെ അടുത്താണെങ്കിലും അവരുടെ പപ്പയുടെ അടുത്താണെങ്കിലും അങ്ങനെ കേട്ടോ. ഞാൻ ഒരു കർക്കശ സ്വഭാവക്കാരിയായ ഒരു ഭാര്യയോ അമ്മയോ ഒന്നുമല്ല കേട്ടോ. എനിക്ക് അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ, അവർക്ക് എന്നോടും കേട്ടോ. എനിക്ക് ചിലപ്പോൾ ചിലർക്ക് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു സ്വഭാവം കേട്ടോ. എനിക്ക് കൊച്ചായിട്ടിരിക്കാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. പ്രായമായ കിളവിയായിട്ടൊന്നും ഇരിക്കാൻ എൻ്റെ മനസ്സെന്നെ അനുവദിക്കത്തില്ല. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എപ്പോഴും മനസ്സിനെ അങ്ങോട്ട് പാകപ്പെടുത്തണം. നമ്മൾ എൻ്റെ വീട്ടിലെ കുഞ്ഞു വച്ചാൽ ഞാൻ കേട്ടോ എപ്പോഴും കൊച്ചുമോളാണ് കേട്ടോ. ഇളയതാകുമ്പോൾ പിന്നെ അതിൻ്റേതായ ഒരു വാത്സല്യമോ എന്തൊക്കെയോ നമുക്ക് ഉണ്ട് കേട്ടോ. അതൊക്കെ പോട്ടെ. ഈ കുഞ്ഞു കൊച്ചിൻ്റെ കാര്യം ഇത് പറയാനാണ് വന്നത്. അപ്പോൾ ഈ കുഞ്ഞു കൊച്ച് ഉപയോഗിക്കുന്ന സംഭവം ബേബി ഓയിൽ ഇപ്പോഴും ഇത് എനിക്ക് ഇഷ്ടമാണ്. വെറുതെ ഇങ്ങനെ ഇങ്ങനെ മണപ്പിച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവരെ 3 പേരെയാണ് നമുക്കിന്ന് വേണ്ടത്. പറഞ്ഞു വന്നത് വേറെ എങ്ങോട്ടോ കാട് കയറിപ്പോയി, ക്ഷമിച്ചേക്ക് നിങ്ങൾ കേട്ടോ. നിയറായിട്ട് അപ്പോൾ അലോവേര ജെല്ല് വേണം, ആവണക്കെണ്ണ വേണം, ഇതേ നമ്മുടെ ബേബി ഓയിൽ വേണം. അപ്പോൾ ഇത്രയും പേരെയും കൂടെ നമുക്ക് അങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ കൈകളെയൊക്കെ അങ്ങോട്ട് മനോഹരമാക്കാം കേട്ടോ. വേഗം അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഓടിക്കും. ഇത് നമുക്ക് രാത്രിയിൽ വേണമെങ്കിലും ഒന്ന് പുരട്ടിയൊക്കെ ഒന്ന് കിടന്ന് നോക്കി ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ പുരട്ടാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി നേരത്തേക്ക് വിളക്ക് കൊളുത്തി നാമമൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ഇന്ന് മുതൽ നാമം ചെല്ലാത്ത പെൺപിള്ളേരുണ്ടെങ്കിൽ നാമമൊക്കെ ചെല്ലണം കേട്ടോ. നാമമൊക്കെ ചെല്ലണം. പുതുവർഷമൊക്കെ ഇല്ലേ, നമുക്ക് അതൊക്കെയുള്ളൊരു രക്ഷ കേട്ടോ. കുടുംബത്ത് സമാധാനവും ഐക്യവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ അതൊക്കെ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ആലോവേര ജെല്ലെടുത്തു, ആവണക്കെണ്ണ എടുത്തു, ആവണക്കെണ്ണ എടുത്തു. ബേബി ഓയിൽ ഒഴിക്കാൻ നമുക്ക് 2 കൈകളിലും കാലിലും കയ്യിലും നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യമാണ് കേട്ടോ. നമുക്ക് പ്രാർത്ഥനയുള്ള എപ്പോഴും ഒരു ഇത് നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തുള്ള എല്ലാവർക്കും വേണ്ടിയും മാതാപിതാക്കൾക്കായിട്ടും സഹോദരങ്ങൾക്കായിട്ടും എല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോഴേ നമ്മുടെ ഈ മിക്സ് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്താ മണമെന്നറിയാം. ഇപ്പം തന്നെ നിങ്ങൾ രാവിലെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. രാവിലെ വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം. ആഴ്ചയിലോ ഒരു ദിവസമൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ചൂട് കാലാവസ്ഥയല്ലേ, നമ്മുടെ കയ്യിലൊക്കെ മൊരിച്ചിലുമൊക്കെ ആവും. അപ്പോഴതിനൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഇത് തടയാം. ഈ നരമ്പുകളൊക്കെ ഞാൻ പറയത്തില്ല, ഇടയ്ക്ക് ചിലർക്കൊക്കെ ഈ നരമ്പുകളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് കുത്തിയിരിക്കുന്ന കാണാം കേട്ടോ. അതൊക്കെ നമുക്ക് മാറിക്കിട്ടും. ഇങ്ങനെ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ.
നല്ല തണുപ്പുമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം. നിങ്ങൾക്ക് ദിവസവും ചെയ്യാം. ആവണക്കണ്ണയൊക്കെ എല്ലാവരുടെയും വീടുകളിലൊക്കെ കാണും. പണ്ടൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളിടത്തൊക്കെ ആവണക്കണ്ണ ഇപ്പോൾ എല്ലാ വീടുകളിലും കാണും. ഇതൊക്കെ എന്താ, ഇത് ഞാൻ 100 ml കേട്ടോ, 60 രൂപ. നമ്മളിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാനിവിടെ എല്ലാം നമ്മളിങ്ങനെ വാങ്ങിച്ചു വെച്ചിരുന്ന, നമുക്കത് 2 കയ്യിലിട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ പുരട്ടി, നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകിയാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെ വെച്ചിരുന്നാൽ മതി കേട്ടോ. 2 കയ്യിലും. പിന്നെ എവിടെയാണ് നമ്മുടെ കൈമുട്ടെന്ത് ചെയ്യും? ഈ കൈമുട്ടിലെ കറുപ്പ് മാറാനും ഒക്കെ സുപ്പുൻ്റെ ആ കയ്യിലെ മുട്ടും കയ്യിലല്ല കൈമുട്ടിൽ നല്ല കറുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും ഇവിടെയൊക്കെ നമുക്ക് വരട്ടാം. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. അടുപ്പിച്ച് നിങ്ങൾ ചെയ്ത് നോക്കി നമുക്ക് മാറ്റം നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ കാലിലും കയ്യിലും ഒക്കെ നമുക്കിത് പുരട്ടി കൊടുക്കാം. കൈകളിലെ നരമ്പ് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കും കേട്ടോ. അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറിക്കിട്ടും. ഇങ്ങനെ പെറ്റു വീണ കാലം തൊട്ടേ ആറ്റുനോറ്റു പോറ്റിയതല്ലേ, പകലിരവിൽ നിനക്കു വേണ്ടി പലതും സഹിച്ചതല്ലേ, ഉമ്മാനെ ആരും കരയിക്കരുതേ, ഉള്ളറിയുമ്പോൾ നോവിക്കരുതേ, ഉമ്മാനെ ആരും കരയിക്കരുതേ, ഉള്ളറിയുമ്പോൾ നോവിക്കരുതേ. സത്യമല്ലേ? പെറ്റമ്മയെ കരയിച്ചാലേ അവിടെ നമുക്ക് ഒന്നും പറയാനില്ലടോ കേട്ടോ. ഉമ്മമാരെ ആരും കരയിക്കരുത്. ഉമ്മമാരെന്നല്ല, അച്ഛനെയും അമ്മയും ആരും കരയിപ്പിക്കരുത്, വിഷമിപ്പിക്കരുത് കേട്ടോ. 2024 ശരിയാകാത്തവരോടാണ് ഞാൻ പറയുന്നത്. 2025 നിങ്ങൾക്ക് നന്നായി കൂടെ. ഇപ്പം പിന്നെ നമുക്ക് ചില ഈ കോമഡികളൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, ചില കോമഡികളൊക്കെ ഉണ്ട്. അമ്മമാർ മക്കളോട് പറയുന്നത്, നിന്നെ 10 മാസം നൊന്ത് പ്രസവിച്ചതല്ലേടാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ ഈ പിള്ളേർ ചോദിക്കുന്നതാ, അതെന്തിനാ ഈ 10 മാസം ഇങ്ങനെ ചെമന്തോടെ നടന്നത്? എവിടെയെങ്കിലും എന്നെ തത്ത് വെച്ചുകൂടായിരുന്നോ, എവിടെയെങ്കിലും എന്നെ താത്ത് വെച്ചുകൂടായിരുന്നോ എന്ന് ഈ പിള്ളേർ ഇപ്പം പറയും കേട്ടോ. സത്യം, അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ചിരി വരും. നൊന്ത് പറ്റുന്ന ആര് പ്രസവിച്ചു? ഇപ്പോഴെല്ലാം സിസേറിയനല്ലേ, ഇപ്പോഴെല്ലാം സിസേറിയനല്ലേ. പിന്നെ അമ്മ എങ്ങനെ വേദന അനുഭവിച്ചു? ഇങ്ങനെയൊക്കെയാണ് പുതുതലമുറകൾ മാതാപിതാക്കളോട് ചോദിക്കുന്നത്. എൻ്റെ പൊന്നെ, 1.5 കാലമാണ് ഈ നടക്കുന്നത് കേട്ടോ. 1.5 കാലമാണ് ഈ നടക്കുന്നത്. ഒന്നും പറയണ്ട, കാലം പോകുന്ന പോക്കെ കേട്ടോ. അപ്പോഴേ അതൊക്കെ അവരറിയണമെങ്കിൽ അവരും അതേ അവസ്ഥയിലാവണം അല്ലേ? അപ്പോഴവർക്കതിൻ്റെ കാര്യം മനസ്സിലാവും അല്ലേ? പറഞ്ഞു എൻ്റെ പൊന്നെ, എൻ്റെ നരമ്പൊക്കെ എവിടെ പോയെന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. എൻ്റെ നരമ്പുകളൊക്കെ എവിടെ പോയെന്ന് എനിക്കറിയാൻ വയ്യ. നരമ്പൊക്കെ നന്നായിട്ട് അങ്ങോട്ട് മസാജ് ചെയ്ത ഇവനെ നമുക്ക് അങ്ങോട്ട് ശരിയാക്കാം. ഞാനേ വലത്തെ കയ്യിലല്ല കൂടുതലായിട്ട് മസാജ് ചെയ്യുന്ന, ഇടത്തെ കയ്യിലാട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഞാൻ ഇടത്തെ കയ്യിലെങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഇവിടെ മുട്ടിൻ്റെ അവിടെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നന്നായിട്ട് നിങ്ങൾ തേച്ച് മസാജ് ചെയ്യണം കേട്ടോ. നമ്മുടെ കാലിലും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുമ്പം നമ്മുടെ കൈകളൊക്കെ നല്ല സോഫ്റ്റും ആവും. പാറ പോലെ ഇരിക്കുന്ന
നമ്മുടെ കൈകളൊക്കെ എന്ത് സുന്ദരമാവുമെന്ന് നിങ്ങൾ ചെയ്ത് നോക്കേ. അല്ലാതെ ഞാൻ ചെയ്താൽ അങ്ങനെ ശരിയാവത്തില്ല എന്ന് പറയരുത്. ചെയ്ത് നോക്കിയല്ലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. എനിക്ക് മടിയാണ്, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. നിങ്ങൾ ചെയ്ത് നോക്കേ, ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കേ. എന്നിട്ട് അപ്പോഴും നിങ്ങൾ പിറ്റേന്ന് ആ സമയമാകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ എടുത്തുകൊണ്ട് വന്ന് എന്നെ പോലെ ഇങ്ങനെ ഇടാൻ നോക്കും. സത്യമായിട്ടാണ്. അത് ഏത് പായ്ക്കാനാണേലും ഒരു ദിവസം നമുക്ക് ചെയ്താൽ അതിന് നല്ല നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പിറ്റേന്ന് ആ സമയമാകുമ്പോൾ എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ രാവിലെയെങ്കിലും അരച്ച് മുഖത്തിടാൻ നോക്കും. അത്രയ്ക്ക് നമുക്ക് അതിനോട് ഇഷ്ടം തോന്നും കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം സത്യം പറഞ്ഞാൽ ഞാനൊന്നും ഒന്നും ചെയ്യാത്ത ഒരു കക്ഷിയായിരുന്നു. പക്ഷേ എനിക്കിപ്പം എന്ന് വെച്ചാൽ നമ്മൾ വെളുത്ത് തുടുക്കുന്നൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ കിട്ടൂടേ കേട്ടോ. മുഖത്തിനും ഒക്കെ നല്ല നമുക്ക് മൊരിച്ചിലും ഇതൊക്കെ നമുക്ക് മുഖത്തിടാം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ മുഖത്തിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം ഇത് കേട്ടോ. ഈ സൂപ്പ് കാണിച്ചു തരുന്നതൊക്കെ ചെയ്ത് നോക്കണം. നല്ല കിടു സംഭവങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇത്രയും മതിയല്ലോ. നിങ്ങളെന്നും കുറേശ്ശെ വീതം ഒന്ന് ചെയ്ത് നോക്കി നമുക്ക് റിസൾട്ടൊക്കെ ഈച്ചതാണ്ട് അവൻ്റെ കാലും കൈയൊക്കെ ശരിയാക്കി കൊടകൊടമെന്നും പറഞ്ഞ് അവൻ വന്ന് നിൽക്കുന്നു. നമുക്ക് നന്നായിട്ട് നമുക്ക് കൈക്ക്, എനിക്ക് സത്യം പറഞ്ഞാൽ കൈക്ക് പെരുപ്പാണ്. എനിക്കറിയത്തില്ല കേട്ടോ. BP ഒന്നുമില്ല, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. തൈറോയ്ഡ് എല്ലാം ചെക്ക് ചെയ്തല്ലോ നമ്മൾ. ഇന്നാൾക്ക് വയ്യാതെ വന്നപ്പോൾ 2 ആഴ്ച മുമ്പ് എല്ലാം ചെക്ക് ചെയ്തടാ, അതൊന്നുമില്ല. പക്ഷെ എന്താണെന്നറിയത്തില്ല, അങ്ങ് കൈക്ക് പെരുപ്പാണ് കേട്ടോ. ഭയങ്കര ചില സമയത്തോ എന്താണെന്നറിയത്തില്ല കേട്ടോ. എന്തായിരിക്കും നിങ്ങൾ പറഞ്ഞതാ എനിക്ക് എന്താണെന്ന്. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നരേന്ദ്രപ്രസാദ് ഇങ്ങനെ ഉരുട്ടിയൊക്കെ കാണിക്കത്തില്ല, അതുമാതിരിയൊക്കെ ഞാനും ഇവിടെ ഉരുട്ടിയൊക്കെ തുടങ്ങി കേട്ടോ. ചില സമയത്ത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ആ ഒരു പെരുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷനും ഒക്കെ കിട്ടാനും ഒക്കെ നമ്മുടെ നരമ്പുകളൊക്കെ നമ്മളിങ്ങനെ ചെയ്യുന്നതിന്, നരമ്പൊക്കെ ഓടാതിരുന്നാലും ആ കുഴപ്പങ്ങൾ അവിടെ ഇവിടെയൊക്കെ കയറി ജാമായിട്ടിരിക്കും. അതിനാ പറയുന്നത് മസാജൊക്കെ ചെയ്യണമെന്ന്. ഇങ്ങനെ തൈലമൊക്കെ പുരട്ടി, ഒന്നുമില്ലെങ്കിൽ തൈലം അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെയൊക്കെ തൈലം വെച്ച് അടിച്ചു പറ്റി നിങ്ങളിങ്ങനെ ചെയ്തോളൂ. നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ കിട്ടും. ഈ സൂപ്പ് എന്തൊക്കെ പറഞ്ഞു തരണം. അപ്പോഴേ എല്ലാവരും ന്യൂ ഇയറൊക്കെ അടിച്ച് പൊളിച്ച് കാണും. ഞാനിതിപ്പം കഴുകി മാറ്റുന്നില്ല, ഇങ്ങനെ ഇരിക്കട്ടെ ഇത്തിരി നേരം കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴുകിയൊന്നും കാണിക്കേണ്ട ആയിട്ടില്ല, ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ന്യൂ ഇയറൊക്കെ എല്ലാവരും അടിച്ച് പൊളിച്ച് കാണും. ഞാൻ ഇവിടെ പൊളിച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ ഇവിടെ പൊളിച്ചില്ല. നമ്മുടെ സരസ്വതിനെയും കൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകണം കേട്ടോ. പിന്നെ ഞാനല്ല അണ്ണനെ കൊണ്ടുപോകുന്നേ. പോയിട്ടൊക്കെ വരട്ടെ. എൻ്റെ സരസ്വന് ഒരു ഭാവവും ഇല്ലാതിരുന്നാൽ മതി. എൻ്റെ ഈശ്വര ഒന്നും പറയണ്ട കേട്ടോ. സരസ്വൻ്റെ കാര്യം ഒന്നും പറയണ്ട, അതൊക്കെ നാളെ ഞാൻ നല്ല കഥയായിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോഴേ എല്ലാവരും ഹാപ്പി ന്യൂ ഇയറൊക്കെ നന്നായിട്ട് ആഘോഷിക്കൂ കേട്ടോ. തമ്പുരാനെ എല്ലാവർക്കും, നമ്മുടെ മക്കൾക്കും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും നമ്മുടെ അയൽവാസികൾക്കും നാട്ടുകാർക്കും, നമ്മൾ കാണാതെ പരസ്പരം പോലും കാണാതെ നമ്മളെ പരസ്പരം സ്നേഹിക്കുന്ന എല്ലാവർക്കും കേട്ടോ. പിന്നെ സർവേശ്വരന് അനുഗ്രഹങ്ങളൊക്കെ തരട്ടെ. പ്രാർത്ഥന എല്ലാവർക്കും തമ്പുരാന് അതിന് പറയാൻ എനിക്ക് വാക്കുകളില്ല കേട്ടോ. സന്തോഷവും സമാധാനവും ഒക്കെ തരട്ടെ കേട്ടോ. ഈ ഒരു വർഷക്കാലം നമ്മൾ ഇന്ന് മുതൽ അങ്ങോട്ട് പുതിയൊരു വർഷത്തിലോട്ട് കടന്നു. അപ്പോൾ എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ വീണ്ടും സൂപ്പ് തരികയാണ് കേട്ടോ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.